ഏറ്റവും കൂടുതൽ ഈ സ്കാം നടക്കുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ അൽഹംദുലില്ലാഹ് ഞാൻ കൊടുത്ത 10 മാസത്തെ ഒരു സമയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനം എന്ന് പറഞ്ഞ സമയമാണ്. അപ്പം ഞാൻ കൊടുത്ത ഒരു സമയം എനിക്ക് ഏറ്റവും നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ സമയം എന്തായാലും മുതലാണ്. എൻ്റെ പേര് അല്ലമീ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ ക്ലാസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, പരീക്ഷ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെന്നൈ ബേസ് ഒരു കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീക്ക് നമ്മൾ അവിടെ ജോയിൻ ചെയ്യാൻ പോവാണ്. തിരുവനന്തപുരത്തുള്ള ഞാൻ മെയിനായിട്ട് കണ്ണൂർ ഫോൺടെക്കിലേക്ക് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും ഓരോ വർഷങ്ങളിൽ വരുമ്പോഴേക്കും പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്ന ഒരു മേഖലയാണ് നമ്മളെ ഈ ഫോണിൻ്റെ മേഖലയെന്ന് പറയുന്നത്. അപ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഓരോ വർഷം അതാത് വർഷത്തിലുള്ള അപ്ഡേഷൻസ് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാനുള്ള ഒരു അവസരം അടക്കം ഒരുക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരമായ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയെങ്കിലും ആരും ഇങ്ങനൊരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ അവരുടെ ക്ലാസ്സുകളൊക്കെ എല്ലാം ഓക്കെയാണ്, സാറന്മാരെല്ലാം നല്ല സപ്പോർട്ടാണ്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വീണ്ടും വീണ്ടും ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സാറന്മാരെല്ലാം ഒരു ഫ്രണ്ട്ലി മൈൻഡാണുള്ളത്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സാറിൻ്റെ അടുത്ത് ചോദിച്ച് കറക്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലേക്ക് ആദ്യം തന്നെ വരുമ്പോഴേക്കും ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വരുന്ന വർക്കുകളെല്ലാം നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നവരോടും ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനിയന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ ആയാലും സമയമായാലും അത് കറക്റ്റ് വാല്യൂ ആണെന്ന് എനിക്ക് പറയാൻ കഴിയും.